പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില വിഷയങ്ങളെ ഓർത്ത് നമ്മൾ ഒത്തിരി ഭാരപ്പെട്ട് കരയാറുണ്ട്. ചില സമയങ്ങളിൽ ദൈവാലയത്തിൽ സാക്ഷ്യത്തിന് സമയം ലഭിച്ചാൽ നമ്മളൊത്തിരി നമ്മുടെ വിഷയങ്ങളൊക്കെ നമ്മൾ പുലമ്പി കരയാറുണ്ട്. നമ്മുടെ സഹോദരങ്ങളെടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അത് രക്ഷിക്കപ്പെട്ടവരാകാം, രക്ഷിക്കപ്പെടാത്തവരാകാം, അവരോട് നമ്മുടെ വേദനകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒത്തിരി കരയാറുണ്ട്. വാസ്തവത്തിൽ നാം ഭാരപ്പെട്ട് കരയുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ നോക്കാമെങ്കിൽ ഹന്നയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹന്ന ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. ഒരു തലമുറ അവളുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനാൽ അവൾ ഒത്തിരി കരഞ്ഞു. അവിടെ ഭർത്താവ് പറയുന്നു, 10 പുത്രന്മാരെക്കാൾ ഞാൻ നിനക്ക് നല്ലവനല്ലയോ? അവിടെ സഹോദരി ദിനംപ്രതി അവളെ ഉപദ്രവിക്കുന്നത് കൊണ്ട് അവൾ ദൈവസന്നിധിയിൽ കരയാറുണ്ട്. എന്നാൽ ഒരു ദിവസം അവൾ ദൈവാലയത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏലി പുരോഹിതൻ അവളെ അനുഗ്രഹിക്കുകയാണ്. 1 ശമൂവേൽ 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. അടുത്ത് നമ്മൾ വായിക്കുന്നു, പിന്നെ ഹന്നയുടെ മുഖം വാടിയിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ വാക്തത്വം അവൾക്ക് ലഭിച്ച ശേഷം, ദൈവത്തിൻ്റെ ആശ്വാസ വചനം അവൾക്ക് ലഭിച്ച ശേഷം അവൾ കരഞ്ഞിട്ടില്ല, അവളുടെ മുഖം വാടിയിട്ടില്ല. ദൈവവചനം അവൾ ഏറ്റെടുത്ത് പ്രത്യാശയോടുകൂടെ യാത്ര ചെയ്യുക ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഒത്തിരി ഭാരപ്പെടുകയാണ്. നമ്മൾ വചനം വായിക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി നമ്മൾ പ്രസംഗം കേൾക്കുന്നുണ്ട്, ഒത്തിരി വാഗ്ദത്ത വചനങ്ങൾ നമുക്കുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഭാരപ്പെട്ട് കരയുക. നമ്മുടെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുവാൻ നമുക്ക് മനസ്സില്ലാതിരിക്കുകയാണ്. യേശു പറഞ്ഞതാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ ആശ്വസിപ്പിക്കാമെന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുമ്പോഴും നമ്മളെപ്പോഴും നമ്മളിങ്ങനെ കരയുക. അതില്ല, ഇതില്ല, ദൈവം നമുക്ക് അത്ഭുതം ചെയ്തില്ല, എന്നാ അത്ഭുതം നടക്കുന്നേ, എന്നാ എൻ്റെ ജീവിതത്തിൽ നിന്ന് നന്മ കാണുന്നേ. യേശു നമ്മളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ, യേശു നമുക്ക് വിടുതൽ തരാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ, നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാനിത് ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ അനാവശ്യമായി കരയുന്നത്? അടുത്ത വചനത്തിൽ ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. പത്രോസ് അപ്പോസ്തലൻ പറയുന്നതാ. അപ്പം നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. അപ്പം നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുള്ളപ്പോൾ നമ്മൾ അനാവശ്യമായി ഇങ്ങനെ കരയുന്നതിനേക്കാൾ നമ്മുടെ സകല ഭാരവും കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളണം. നിശ്ചയമായി നമ്മെ പുലർത്തുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. നൈലിലെ വിധവയെക്കുറിച്ച് നമുക്ക് വായിക്കാം. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു മകനെക്കുറിച്ച് ഒരു വിധവ കരയുകയാണ്. യേശു അവളെ നോക്കിയിട്ട് പറഞ്ഞത്, നീ കരയണ്ടെന്ന്. കാരണം യേശു പറഞ്ഞതിൻ്റെ കാരണം, ഉയർപ്പിക്കുന്ന ഞാൻ കൂടെ ഉണ്ടെന്ന്. ദൈവമക്കളെ, ഉയർപ്പിക്കുന്നൊരു ദൈവം നമ്മോട് കൂടെ ഉള്ളപ്പോൾ, വിടുവിക്കുന്നൊരു ദൈവം നമ്മോട് കൂടെ ഉള്ളപ്പോൾ, അത്ഭുതങ്ങൾ ചെയ്യുന്നൊരു ദൈവം നമ്മോട് കൂടെ ഉള്ളപ്പോൾ, കണ്ണീര് തുടയ്ക്കുന്നൊരു ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഭാരപ്പെട്ട് കരയുന്നത്? നമ്മളിങ്ങനെ ഭാരപ്പെട്ട് കരയുമ്പോൾ അത് ദൈവത്തെ അറിഞ്ഞവരാകാം, ദൈവത്തെ അറിയാത്തവരാകാം. നമ്മളിങ്ങനെ ഭാരപ്പെട്ട് കരയുമ്പോൾ അവർ ദൈവനാമം ദുഷിക്കത്തില്ലേ? നിങ്ങൾ എത്ര കാലം ദൈവത്തെ ആരാധിക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് നന്മയില്ലേ? നിങ്ങൾ എന്തിനാ പിന്നെയും കരയുന്നത്? നിങ്ങളുടെ കണ്ണുനീരെന്താ ദൈവം തുടയ്ക്കാത്തേ എന്ന് മറ്റുള്ളവർ ചോദിക്കുവാനിടയാണ്. അതുകൊണ്ട് ദൈവമക്കൾ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുക, ദൈവവചനത്തിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ശക്തനാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.